സമാധാനം നൽകുവാൻ ഇവിടത്തെ മദ്യത്തിന് കഴിയത്തില്ല. ആ സമാധാനം നൽകുവാൻ ഇവിടത്തെ പുണ്യപ്രവർത്തികൾ കൊണ്ട് കഴിയത്തില്ല. ആ സമാധാനം നൽകുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് കഴിയത്തില്ല. എന്നാൽ ആ സമാധാനം നൽകാൻ കഴിയുന്ന ഏകരക്ഷകനുണ്ട്. സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന ദൈവമുണ്ട്. അവനാണ് ഞങ്ങളുടെ ആരാധന പുരുഷനായ നസറേയനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികളും ഭാരങ്ങളും രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെയില്ല. പിന്നെ എന്തേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്? എന്തേ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാത്തത്? ഞങ്ങൾ പറയാ, ഇതിന് നടുവിൽ ഞങ്ങൾ അനുഭവിക്കുന്നതായ, ഞങ്ങൾക്ക് ലഭ്യമാകുന്നതായ ഒരു സമാധാനമുണ്ട്. അത് ഞങ്ങൾക്ക് യേശു നൽകിയ സമാധാനമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മഹത്യകൾ ചെയ്യരുത്. ജീവിതത്തെ നിങ്ങൾ മടുത്തു എന്ന് വിധിക്കരുത്. ഇവിടെ ജീവിതത്തെ നോക്കി നിങ്ങൾ വിധി എഴുതരുത്. നിങ്ങൾക്ക് പുതിയതായ പ്രതീക്ഷ നൽകാൻ കഴിയുന്ന, പ്രത്യാശ നൽകാൻ കഴിയുന്ന, സമാധാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം ഉലകത്തിലുണ്ട്. അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന നസറേയനായ യേശു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന് അനവധി നിരവധി പേരുകൾ ബൈബിൾ ലോകത്തോട് കൈമാറുമ്പോൾ തന്നെ ബൈബിൾ ഇങ്ങനെയാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാക്യം ഇങ്ങനെ പറയുന്നു, സമാധാനത്തിന്മേലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സമാധാനം ലഭ്യമായിരിക്കുന്നു. അതേ ശ്രോതാവേ, ഇന്ന് പകൽക്കാലം ശാശ്വതമായ സമാധാനം നൽകുവാൻ, നിലനിൽക്കുന്ന സമാധാനം നൽകുവാൻ, പ്രതികൂല കാലഘട്ടങ്ങളിലും നിങ്ങൾ നിന്ന് മാറിപ്പോകാത്ത സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം, അവനാണ് നസറേയനായ യേശു. പല സന്ദർഭങ്ങളിലായി സമാധാനമില്ലാതെ മദ്യത്തിൽ സമാധാനം നൽകുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മദ്യപിച്ചവർ ഞങ്ങളുടെ നദികളുണ്ട് കേട്ടു. മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചവരും കണ്ടെത്തിയവരും അതിലാശ്രയിച്ചവരും അതിന്റെ പിന്നിൽ അണിനിരന്നവരും ഞങ്ങൾ. പക്ഷേ ഇവയൊന്നും ഞങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയില്ല. എന്നാൽ ഇതേപോലെയുള്ള സുവിശേഷമാണ് ഇവിടെ പങ്കുവെക്കുന്ന സുവിശേഷമാണ്, ഇവിടെ പങ്കുവെക്കുന്ന നസറേയനായ യേശുവാണ് ഞങ്ങൾക്ക് സമാധാനം നൽകുവാനിടയായത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളെ ആ സുവിശേഷത്തിലേക്ക് മാറി വിളിക്കുകയോ. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ നിങ്ങളുടെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അതെ, ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കൾക്ക് ഇവിടെ